ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലമാണ്. ജനുവരി മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ജനുവരി മാസത്തിൽ പൂർണ്ണമായ ദൈവാധീനം. 11-ാമിടത്ത് 9-ാം ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം സർവാഭീഷ്ട ഭാവത്തിൽ നിൽക്കുമ്പോൾ 4-11 ഭാവാധിപനായിരിക്കുന്ന സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ നിവൃത്തിസ്ഥാനത്ത് മകരം രാശിയിൽ നിൽക്കുന്നു. ബുധൻ്റെ അവസ്ഥ കൊണ്ടും അതുപോലെ തന്നെ ആദിത്യൻ്റെ അവസ്ഥ കൊണ്ടും ഒക്കെ പൊതുവെ നല്ല ഒരു മാസമാണ്. ആദിത്യൻ്റെ 15 ദിവസം കഴിയുമ്പോൾ ആദിത്യൻ രാശിയിൽ നിന്ന് മാറുകയും ഒക്കെ ചെയ്യുന്നു. കൂടാതെ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. പ്രധാനമായിട്ട് ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കുന്ന ഒരു മാസമാണ്. രാശിയിലേക്ക് രാഹു ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചില ഞരമ്പ് സംബന്ധമായിട്ടോ മാനസികമായിട്ട് മനസ്സിനൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാകുകയോ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങളോ ഒക്കെ സൂചകമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. നോൺ വെജിറ്റേറിയൻ, അതായത് അഭക്ഷ്യ വസ്തുക്കൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക, എരിവും പുളിയുമൊക്കെ കുറയ്ക്കേണ്ട ഒരു മാസവുമാണ്. അപ്പോൾ അഭിവൃദ്ധികൾ വന്നു ചേരും. ഏതൊരു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു കഴിവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ അത് രാശിയിൽ തന്നെ നിൽക്കുന്നു. നിജം ഭവിച്ച് ആണ് എങ്കിലും തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് തൊഴിൽ നിവൃത്തിസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്കോ തൊഴിൽപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു നിവൃത്തി വന്നു ചെയ്യും. ഏതെങ്കിലും സാഹചര്യത്താൽ സുഹൃത്തുക്കളുടെ സഹായമോ സഹോദരസ്ഥാനീയരുടെയോ മറ്റു ബന്ധുക്കളുടെയോ മേലധികാരികളുടെയോ കീഴ് ജീവനക്കാരുടെയോ ഒക്കെ ഒരു സഹകരണത്തോടു കൂടി വിജയിക്കുവാനായിട്ട് സാധിക്കും. പുതിയ ലോണൊക്കെ അനുവദിച്ച് കിട്ടുകയോ മറ്റ് വായ്പകൾ കിട്ടുകയോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനുമൊക്കെ ഈ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട്. കൂടാതെ ശത്രുഭാവം, അതാണ് ഏറ്റവും പ്രധാനം. ഈ നക്ഷത്രക്കാര് പൊതുവെ സമാധാനപ്രിയരും സത്യസന്ധരും കൃത്യനിഷ്ഠയുള്ളവരുമായി. അങ്ങനെയുള്ള ഇവരെ പരാജയപ്പെടുത്തുവാൻ ശത്രുക്കളായിട്ട് കൂടെ സഹപ്രവർത്തകരോ സമൂഹത്തിൽ മറ്റ് ഇടപാടുകൾ നടത്തുന്നവർക്കോ ഒക്കെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകുക സ്വാഭാവികം. അങ്ങനെ ശത്രുതാ മനോഭാവം ഉണ്ടാകുന്ന പലതരത്തിൽ പല അവസരത്തിൽ ഉണ്ടായതിനു ശേഷം പരാജയങ്ങളൊക്കെ വന്നിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിനും ശത്രുക്കൾ നശിച്ചു പോകുന്നതിനും അത് മൂലം ഈ വ്യക്തികൾക്ക് പുരോഗതികൾ വന്നു ചെയ്യും. ഉദാഹരണമായിട്ട് ഇവർ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായി എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു ബിസിനസ്, അതേ ബിസിനസ് തന്നെ അപ്പുറത്ത് ചെയ്യും. ബിസിനസ് ആയാലും നിർമ്മാണ പ്രവർത്തനമായാലും ഹോട്ടലായാലും ഒക്കെ. അപ്പോൾ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ശത്രുതയുണ്ടാകാം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ മാസം അങ്ങനെയുള്ള ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുകയും അവർക്ക് പലതരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായി ഈ നക്ഷത്രക്കാർക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു രീതിയുമാണ് ഈ ജനുവരി മാസം കാണുന്നത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാശുണ്ടാക്കാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഷെയർ മാർക്കറ്റിങ്, ബ്രോക്കറിങ്, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വാഹനം ഓടിക്കുന്നവ
ഡ്രൈവർമാരോ അതിൻ്റെ ഉടമസ്ഥർക്കും. അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് പോലെയൊക്കെ തന്നെയാണ് മറ്റ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് കടലിൽ പോകുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമൊക്കെ പുരോഗതികൾ വന്നിച്ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ച് ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രധാനമായിട്ട് ഉന്നമനത്തിനായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ഗണപതി ഹോമം വഴിപാടുകളോ ഒക്കെ ചെയ്താൽ പുരോഗതികൾ വന്നു ചേരും. ദേഷ്യമൊക്കെ ഒഴിവാക്കുക. കടമൊക്കെ വീടുന്നതിന് മഹാദേവന് ജലധാര ചെയ്താൽ ഈ നക്ഷത്രക്കാരുടെ കടങ്ങളൊക്കെ വീടുന്നതുമാണ്.